ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആണ്. ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ ചെയ്യുന്ന പ്ലം കേക്കാണ്. അതിനായിട്ട് ഒരു മോൾഡ് എടുത്ത് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിലും ഓയിൽ സ്പ്രെഡ് ചെയ്യണം. ഒരു പാൻ വെച്ചതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര കാരമലായി വന്നതിന് ശേഷം അതിലേക്ക് 1/3 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു ബൗളിൽ 1/4 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് മിക്സ് ചെയ്ത് അത് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 3 എഗ്ഗ് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ചെറുതായിട്ട് പതപ്പിച്ചെടുക്കണം. അതൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് വിസ്ക് വെച്ച് തന്നെ നന്നായി പതപ്പിച്ചെടുത്താൽ മതിയാകും. ഒറ്റ സ്റ്റെപ്പായിട്ട് ചേർത്ത് കൊടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണ്ട. പ്ലം കേക്കിന് ഒരുപാട് അങ്ങ് പതഞ്ഞ് വരണമെന്നില്ല. മിക്സിയിലിട്ട് അടിച്ചാലും മതിയാകും. ഇതിലേക്ക് മൈദയുടെ മിക്സും കാരമൽ സിറപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആ കാരമൽ സിറപ്പിൽ 1/4 കപ്പ് ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കാരമൽ സിറപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മൈദയും കാരമൽ മിക്സും 3 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. കാരമൽ സിറപ്പിനൊപ്പം 1/4 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട് 7 ദിവസത്തിന് മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് സോക്ക് ചെയ്യുന്ന വീഡിയോ ഇതിന് മുന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം. ആൽക്കഹോൾ ആഡ് ചെയ്യാതെ കാരമൽ സിറപ്പിൽ സോക്ക് ചെയ്ത വീഡിയോ ആയിരുന്നു. ഡ്രൈ ഫ്രൂട്ട് 1 കപ്പ് ആഡ് ചെയ്ത് ആ ഡ്രൈ ഫ്രൂട്ട് ഈ ബാറ്ററിൽ കംപ്ലീറ്റ് എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായി മിക്സായി വന്നതിന് ശേഷം നേരത്തെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട മോൾഡിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് കറക്റ്റ് 1 kg കേക്കിനുള്ള ബാറ്ററാണ്. ഇത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് 1.5 ഹവേഴ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടി വരും. ഈ മിക്സിൻ്റെ മുകളിലോട്ട് സോക്ക് ചെയ്യാത്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ കേക്ക് ചെയ്യുമ്പോൾ 30 to 35 മിനിറ്റ്സാണ് ആകുന്നത്. പ്ലം കേക്കിന് കുറച്ചുകൂടി സമയം വേണ്ടി വരും. 1.5 ഹവേഴ്സ് മാക്സിമം വേണ്ടി വരും. കറക്റ്റ് 1.5 ഹവേഴ്സ് ആയപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ബേക്ക് ചെയ്ത് അന്ന് തന്നെ കട്ട് ചെയ്യണ്ട. കറക്റ്റ് 1 ഡേ കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കേക്കിൻ്റെ എല്ലായിടത്തും നട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക.
താങ്ക് യു.